ഒരു മനുഷ്യരും അറിയണ്ട. നിങ്ങളൊരു സാധുവിന് കൊണ്ടുപോയി കൊടുക്കൂ, ഒരു സാധുവിനെ സഹായിക്കൂ. ഇത് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ മിതമായ തോതിൽ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി പൊരിച്ചതൊക്കെ ചിലപ്പോൾ ആവശ്യമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിലല്ലോ, അവർക്ക് ഒന്ന് കൊടുക്കുക, അത് മാത്രം വീട്ടിലുണ്ടാക്കിയാൽ മതി. അങ്ങനെ നിയന്ത്രിതമായ ഭക്ഷണത്തിലൂടെ ജീവിതത്തിന്റെ അകപ്പൊരുളിനെ ആഴത്തിൽ അറിയാൻ നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു സൗഭാഗ്യമൊരുക്കേണ്ട ഒരു മാസമാണ് റമളാൻ. ആ റമളാൻ മാസം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞതേ, ദേ ആടിന് അറുത്ത് കൊടുത്തു പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, ഇത് നീ എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആളല്ലായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തു പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ചോദിച്ചു, എന്തായി ആടെല്ലാം കൊടുത്തു. ഇല്ല കത്ഫിഹ, അതിൻ്റെ ആ തോളെല്ല് മാത്രം, ഒരു ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു, ബാക്കിയെല്ലാം കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആയിഷ അങ്ങനെ പറയരുത്, ആയിഷ ബഖിയ കുല്ലുഹാ ഗൈറ കത്ഫിഹ, ആ തോളെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയായി. ആ ഒരു പോയിന്റ് നമ്മൾ 2024 ഇനിയിപ്പോൾ ഇവിടെ ആരപ്പം ദരിദ്രമുള്ളൂ പ്രയാസപ്പെടുന്നു. നല്ല ഭക്ഷണം രുചിയോട് കഴിക്കാൻ നമ്മളെപ്പോലെ ആഗ്രഹം ആളുകൾക്കില്ലേ? ഉണ്ടല്ലോ. അയൽപ്പക്കക്കാർക്കില്ലേ? ഉണ്ട്. ഇനി അയൽപ്പക്കക്കാർ ക്ഷേമമുള്ള ആളുകളാണെങ്കിലോ തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ മതി. 40 കുടുംബങ്ങൾ വരെ അയൽപ്പക്കക്കാരുടെ പട്ടികയിൽപ്പെടുത്തണമെന്ന് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അയൽപ്പക്കക്കാർ ആരെന്ന ചർച്ചയിൽ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്വേഷിച്ചാൽ കിട്ടൂലേ? അവർക്ക് കൊണ്ടുപോയി അത് കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം മാത്രമല്ല, നമ്മൾ നൽകിയതാണ് നമുക്ക് ബാക്കി. എത്ര നല്ല മനോഹരമായ തിരുത്താണ് സ്വന്തം ഭാര്യയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദിനേന എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ടോ? ഡെയിലി 15 കയറ്റേട്ടാ, അവസാനത്തെ 10 ആവട്ടേട്ടാ. എന്ത് വർത്താനമാണ് നോമ്പുകാരെ? ചില ആളുകളൊക്കെ മനുഷ്യരിവിടെ പ്രയാസപ്പെടാൻ, ഒരു രോഗം വന്ന് നോക്കണം, ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു നോക്കണം. ഗവൺമെന്റ് സംവിധാനങ്ങളല്ലാത്ത പ്രൈവറ്റ് സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മാനം വലുപ്പത്രേ. വീടിൻ്റെ ആധാരം പണയം വെച്ചാലും തീരാത്തത്ര കടത്തിൻ്റെ ബാധ്യതകളിലേക്ക് മനുഷ്യരെത്തിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ കരുണ നമ്മിലേക്ക് പറന്നിറങ്ങണമെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ വാക്കല്ലേ അത്? അതുകൊണ്ട് ദൈനംദിനം സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധിക്കും.